അവതാർ ഫയർ ആൻഡ് ആഷ് എന്ന് പറയുന്ന ഈ സിനിമ ഒരു എക്സ്ക്ലൂസീവ് ഐമാക്സ് കോണ്ടന്റ് ആയതിനാൽ കേരളത്തിൽ ഈ സിനിമ കാണാൻ പറ്റിയ ഏറ്റവും നല്ല സ്ക്രീനായിട്ടുള്ള കൊച്ചി ഐമാക്സിലാണ് ഞാൻ എത്തിയത്. It's a song to keep this love as one. So it's gone away. നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന സിനിമ എന്നുള്ളൊരു മീഡിയം, അതിൻ്റെ വിഷ്വലിന്, അതിൻ്റെ ഓഡിയോയ്ക്ക് ഒരു ബെഞ്ച് മാർക്ക് സൃഷ്ടിച്ച സിനിമയായിരുന്നു അവതാർ. അവതാർ എന്നുള്ള സിനിമ നമ്മൾ കാണുന്നത് അതിൻ്റെ കഥയ്ക്ക് വേണ്ടിയോ അല്ലെങ്കിൽ കഥാപാത്രങ്ങൾ തമ്മിലുള്ള കോൺഫ്ലിക്റ്റിന് വേണ്ടിയോ തുടങ്ങിയ കാര്യങ്ങൾക്കൊന്നുമല്ല. അതിൻ്റെ വിഷ്വൽസ്, അതിൻ്റെ ഓഡിയോ, അതിൻ്റെയൊക്കെയുള്ള ഒരു ഇമേഴ്സീവായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ അവതാർ എന്നുള്ള സിനിമ കാണുന്നത്. ഈ അവതാർ ഫയർ ആൻഡ് ആഷ് എന്ന് പറയുന്ന മൂന്നാം ഭാഗം, ഈ മൂന്നാം ഭാഗം സാധാരണ സിനിമകളൊക്കെ പോലെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഥാപരമായി ഒരുപാട് കുറവുകളുണ്ട്, കുറ്റങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഈ സിനിമ നമുക്ക് നൽകുന്ന ഇമേഴ്സീവായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ട്. ആ എക്സ്പീരിയൻസ് വലുതാണ്. അതുകൊണ്ട് സാധാരണ സിനിമകളെല്ലാം നമ്മൾ ചർച്ച ചെയ്യുന്നത് പോലെ കഥാപാത്രങ്ങളുടെയോ അല്ലെങ്കിൽ കഥയുടെയോ ആ ഒരു കാര്യങ്ങൾ വെച്ച് അവതാർ എന്നുള്ള ഈ സിനിമയെ നമുക്ക് വിലയിരുത്താൻ പറ്റില്ല. അവതാർ എന്നുള്ള ഈ ചിത്രം ഒരു ഐമാക്സ് എക്സ്ക്ലൂസീവ് ഫിലിമാണ്. കേരളത്തിൽ 2 ഐമാക്സ് ഉണ്ട്. ഈ കേരളത്തിൽ 2 ഐമാക്സിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ഫുട്ടേജോടുകൂടി ഈ സിനിമ കാണാൻ പറ്റും. അതായത് നമ്മൾ കേരളത്തിലെ മികച്ച ഒരുപാട് തിയേറ്റർ ഉണ്ട്. ഏരീസ് ഉണ്ട്, രാഗമുണ്ട്, രേവതി ഉണ്ട്, പിന്നെ എറണാകുളത്തുള്ള വിനീത തിയേറ്റർ, ഇതെല്ലാം ഉണ്ട്. ഇതെല്ലാം സ്കോപ്പ് സ്ക്രീനാണ്. സ്കോപ്പ് സ്ക്രീനിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ സ്ക്രീനിൽ തന്നെ പടം കാണാൻ പറ്റും. പക്ഷേ അതൊരു ക്രോപ്ഡ് വേർഷനാണ്. അതായത് വലിയൊരു ടോൾ ആസ്പെക്ട് റേഷ്യോ ആണ് ഈ പടത്തിൻ്റെ ഒറിജിനൽ. അത് ക്രോപ്പ് ചെയ്തിട്ടുള്ളതാണ് നമുക്ക് ഈ സാധാരണ തിയേറ്ററുകളിൽ കാണാൻ പറ്റുന്നത്. നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ കാണണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ 2 ഐമാക്സ് ആണ് കേരളത്തിലുള്ളത്. ഒന്ന് ട്രിവാൻഡ്രത്താണ്, ഒന്ന് കൊച്ചിയിലാണ്. ഇതിൻ്റെ DCP വന്നിരിക്കുന്ന 2K 3D ആണ്. അപ്പോൾ നമ്മൾ ട്രിവാൻഡ്രത്ത് പോയാലും കൊച്ചിയിൽ പോയാലും നമുക്ക് 2K വേർഷൻ തന്നെയാണ് പ്ലേ ആവുന്നത്. പക്ഷേ കൊച്ചിയിലാണെന്നുണ്ടെങ്കിൽ 2K ലേസറാണ്. അപ്പോൾ ലേസറിൻ്റെ ബ്രൈറ്റ്നസ് നിങ്ങൾക്കറിയാലോ, അവതാർ എന്നുള്ള സിനിമ അതിൻ്റെ വിഷ്വൽസ്, അതിൻ്റെ കളേഴ്സ്, അതിൻ്റെ ഷാർപ്നെസ്, ഇതെല്ലാം അതിഗംഭീരമാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് കേരളത്തിൽ കാണാൻ പറ്റിയ ഏറ്റവും നല്ല സ്ക്രീൻ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കൊച്ചി ഐമാക്സ് ആണ്. ബാക്കിയുള്ളിടത്തെല്ലാം നമുക്ക് ക്രോപ്ഡ് വേർഷനാണ്. പക്ഷേ നിങ്ങളിപ്പോൾ ഒരു നോർമൽ ഒരു 4K അറ്റ്മോസ് ഉള്ളൊരു തിയേറ്ററിൽ ഈ പടം കാണുമ്പോൾ വിഷ്വൽസ് അതിഗംഭീരമാണ്. അതിൽ ഒരു കുറവും പറയാനില്ല. പക്ഷേ ഈ സിനിമയുടെ കഥാപരമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ കുറവുകൾ ഇപ്പോൾ ഓരോന്നായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ അവതാർ എന്നുള്ള ഫസ്റ്റ് പാർട്ട് അത് കാടിൻ്റെ ആയിരുന്നു. ആ കാട്ടിലുള്ള കാഴ്ചകൾ, പിന്നെ പാൻഡോറയിലുള്ള അവിടെ ഒരു മൃഗങ്ങൾ, അങ്ങനെയെല്ലാം നമുക്ക് പുതിയ കാഴ്ചയായിരുന്നു. പിന്നെ ഈ ഒരു അവതാറിൻ്റെ പാൻഡോറ വേൾഡിലേക്ക് നമ്മൾ ആദ്യമായിട്ട് എത്തുമ്പോൾ ഇപ്പോൾ അവതാർ എന്നുള്ള സിനിമ ഒരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരിക്കും എല്ലാവർക്കും നൽകിയിട്ടുണ്ടാവുക. കാരണം എന്നെ സംബന്ധിച്ച് പേഴ്സണലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു എറണാകുളംകാരനായതുകൊണ്ട് ശ്രീധറിൽ അന്ന് 3D ഇൻസ്റ്റാൾ ചെയ്തിട്ട്, അതായത് ഈ അവതാർ എന്നുള്ള സിനിമയ്ക്ക് വേണ്ടി 3D വെച്ച് ഭയങ്കര തിരക്കായിരുന്നു, ഭീകര തിരക്ക്. ഈ പടം റിലീസായ ടൈം എന്ന് പറഞ്ഞാൽ ഭീകര തിരക്കാണ്. കാരണം വേറെ എവിടെയും 3D ഇല്ല, ശ്രീധറിൽ മാത്രമാണ് ഈ പടം കാണാനുള്ള ഒരേ ഒരു ഓപ്ഷൻ. അപ്പോൾ അവിടെ ക്യൂ നിൽക്കുക. അപ്പോൾ അന്ന് ക്യൂ നിൽക്കുക എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. ഇപ്പോൾ അവർക്ക് മനസ്സിലാവുമെന്ന് അറിയില്ല, കാരണം ഇപ്പോൾ എല്ലാം ഓൺലൈനിലാണല്ലോ. അപ്പോൾ മണിക്കൂറുകൾ ക്യൂ നിന്നു ഓൾമോസ്റ്റ്. അതായത് ഫസ്റ്റ് ഫിലിം അതിൻ്റെ ടിക്കറ്റിന് വേണ്ടി നിന്ന് ടിക്കറ്റ് കിട്ടാതെ അടുത്ത ഷോയ്ക്ക് വേണ്ടി, അപ്പോൾ ഒരു ഫുൾ പടം പ്ലേ ചെയ്ത് തീരുന്നത് വരെ ആ തിയേറ്ററിൽ ആ ചൂടത്ത് അങ്ങനെ കാത്ത് കെട്ടിക്കിടന്ന് കണ്ട സിനിമയാണ് അവതാർ. പിന്നെ അപ്പോൾ ആദ്യമായിട്ട് ഈ പാൻഡോറ എന്ന് പറഞ്ഞൊരു വേൾഡ് കാണുന്നു, അതിൻ്റെ ആ ജീവികൾ, പിന്നെ ഈ നാവീസ്, അതൊക്കെ കാണുമ്പോൾ ഒരു ഭയങ്കര ഭീകരമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവതാർ എന്നുള്ളത് എല്ലാവർക്കും സ്പെഷ്യലാണ് ആ പടം. അതിൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ അവതാർ 2 ഇറങ്ങുന്നതിന് മുമ്പുണ്ടായിരുന്നു. അവതാർ 2 റിലീസായപ്പോഴായിരുന്നു കേരളത്തിൽ ആദ്യമായിട്ടൊരു ഐമാക്സ് വന്നത് ട്രിവാൻഡ്രത്ത്. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അപ്പോൾ അവതാർ 2ലേക്ക് വന്നപ്പോൾ നമ്മൾ ആ വേ ഓഫ് വാട്ടർ എന്ന് പറയുമ്പോൾ ആ ഒരു വാട്ടറിൻ്റെ വേൾഡ് അത് ആക്ച്വലി ഭയങ്കര രസമായിരുന്നു. ഈ അവതാർ 2 റിലീസ് ആയിട്ടുണ്ടായിരുന്നു. റിലീസ് ആയപ്പോഴാണ് ഞാൻ കൊച്ചി ഐമാക്സിൽ അവതാർ 2 റിലീസ് വേർഷൻ കണ്ടു. ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആയിരുന്നു. ഓൾറെഡി അതിൻ്റെ വീഡിയോ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അതായത് കിഡിലൻ എക്സ്പീരിയൻസ്, 48 FPS കിഡിലൻ DCP ആയിരുന്നു വന്നത്. അപ്പോഴാണ് എനിക്ക് ഈ കൊച്ചി ഐമാക്സിൻ്റെ ഒരു വാല്യൂ മനസ്സിലായത്. ഗംഭീര എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ നമുക്ക് കാടിൻ്റെയും നമുക്ക് ഈ പറയുന്ന വെള്ളത്തിൻ്റെയും ആ ഒരു മാജിക്കൽ വേൾഡൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ അവതാർ 3 ഫയർ ആൻഡ് ആഷ് എന്നുള്ളൊരു പേരിൽ, അപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ കാട് കഴിഞ്ഞു,
എനിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളമാണ്. ഇനിയിപ്പോൾ മൂന്നാമത്തേതായിട്ട് വരാൻ വരുന്നത് ഈ ഫയർ ആൻഡ് ആഷ് എന്നുള്ള രീതിയിൽ എന്തെങ്കിലുമൊക്കെ പുതുതായിട്ട് ഇവർ പറയുമെന്ന് വെച്ചപ്പോൾ ആക്ച്വലി ഈ പടത്തിൽ ഫസ്റ്റ് ഡിസപ്പോയിൻമെൻറ്റ് വരുന്നത് അവിടെയാണ്. ഫയർ ആൻഡ് ആഷ് എന്നും പറഞ്ഞിട്ട് ഒരു ട്രൈബിനെ കാണിക്കുന്നുണ്ട്, അവരുടെ സ്ഥലമൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷേ അതൊക്കെ വളരെ ചെറിയ സ്ക്രീൻ ടൈമിൽ വളരെ കുറച്ചേ കാണിക്കുന്നുള്ളൂ. പിന്നെ ട്രേഡേഴ്സ് എന്നും പറഞ്ഞിട്ട്, അതായത് ഇങ്ങനെ പറന്ന് നടക്കുന്ന ആ ഒരു രീതിയിൽ കുറച്ച് ആൾക്കാരെ കാണിക്കുന്നുണ്ട്, അതും വളരെ സ്ക്രീൻ ടൈം കുറവാണ്. പിന്നെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ തേർഡ് പാർട്ട് ഏറ്റവും വീക്കാവുന്നത് ഈ പടത്തിലെ വില്ലൻ വളരെ വീക്കാണ്. വില്ലൻ വീക്കായതുകൊണ്ട് പടം മൊത്തത്തിൽ വീക്കാവും. കാരണം ഈ കോൺഫ്ലിക്റ്റ് ഉണ്ടല്ലോ, ഈ കോൺഫ്ലിക്റ്റ് പ്രോപ്പറായിട്ട് ഇതിനകത്ത് രജിസ്റ്റർ ആവുന്നില്ല. അപ്പം അങ്ങനെയുള്ള കുറവുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ സിനിമകൾ നമുക്ക് ഓക്കെ വിഷ്വൽസ് എന്ന് പറയുന്നത് അത് നമുക്ക് ഈ വിഷ്വൽ അല്ലെങ്കിൽ ഓഡിയോ ഈ സംഭവങ്ങളെല്ലാം മാറ്റി നിർത്തി ഒരു നമ്മൾ സാധാരണ സിനിമ കാണുന്ന പോലെ അവതാർ കാണുന്ന നോക്കുകയാണെങ്കിൽ ക്യാരക്ടേഴ്സ് തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് അത്ര പ്രോപ്പറല്ല. വില്ലൻ ഭയങ്കര വീക്കാണ്. പിന്നെ ഇതിനകത്ത് ഈ നെയ്ത്തിരി എന്ന് പറയുന്നത് നാവിയാണല്ലോ. ഈ നെയ്ത്തിരിയുടെ ഹസ്ബൻഡ്, അതായത് ജെയ്ക് സള്ളി ഒരു ഹ്യൂമൻ ആയതുകൊണ്ട്, അപ്പോൾ ഈ പറയുന്ന നാവി വേഴ്സസ് ഹ്യൂമൻ എന്ന് പറയുന്ന ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. അതായത് ഹ്യൂമനായിട്ടുള്ള ഭർത്താവിനാൽ തനിക്കുണ്ടായിരുന്ന കുട്ടികൾ അവർ ചിന്തിക്കുന്നത് മനുഷ്യരെ പോലെയാണ്. അപ്പോൾ ഈ മനുഷ്യരുള്ള ഭയങ്കര ഇൻസൈനായിട്ട് ചിന്തിക്കുന്നത്. കാരണം ഇവർ കാണുന്ന ഒരേ ഒരു നല്ല മനുഷ്യൻ ജെയ്ക് സള്ളി മാത്രമാണ്. ബാക്കിയുള്ള എല്ലാ മനുഷ്യന്മാരും നോർമൽ മനുഷ്യന്മാരൊക്കെ ഇതുപോലെ ഈ എൻവയോൺമെൻറ്റ് തന്നെ മൊത്തത്തിൽ നശിപ്പിക്കാൻ വേണ്ടി നടക്കണവന്മാരാണ്. അപ്പോൾ അങ്ങനെ കാണുമ്പോൾ ആ ഒരു കോൺഫ്ലിക്റ്റ് എന്നുള്ള രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഡയലോഗ്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഓക്കെ ഫൈൻ, എന്തെങ്കിലുമൊക്കെ ഒന്ന് സ്ട്രോങ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയാൻ പറ്റുമെന്ന് വിചാരിക്കും. പക്ഷേ അവിടെയും പറയുന്നില്ല. പിന്നെ വില്ലനും അത്ര സ്ട്രോങ് അല്ല. പിന്നെ വില്ലൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഈ മകൻ പാസം ആ ലെവലിലൊക്കെയാണ് പുള്ളിക്കാരൻ. അത് ക്ലൈമാക്സ് സീക്വൻസ് വരെ ഇങ്ങനെ പോകുന്നുണ്ട്. അതായത് ഒരു ഓർമ്മകളുണ്ട്, അതായത് മെയിൻ വില്ലൻ്റെ, അതായത് മൈൽസ് എന്ന് പറയുന്ന ഒരു ടെറർ വില്ലൻ്റെ ഓർമ്മകളുണ്ടെങ്കിലും ഇതൊരു പ്ലാൻ ബി ഒന്നും ഇല്ലാത്ത. എന്നാൽ ചില നേരത്ത് പുള്ളിക്കാരൻ ഭയങ്കര കണ്ണിങ് ആണെന്ന് തോന്നും, ചില നേരത്ത് ഇങ്ങനെ മണ്ടനാണോ എന്നൊക്കെ തോന്നും. അതുപോലെ ഒരു പ്രോപ്പറായിട്ടുള്ള റൈറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും ഈ പടത്തിലില്ല. അതിൻ്റേതായിട്ടുള്ള കുറവുകൾ നമുക്ക് ഈ പടം കാണുമ്പോൾ ഫീൽ ചെയ്യും. ഇനി മൂന്നാമതായിട്ട് തോന്നിയ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പടത്തിന് എൻഗേജ് ചെയ്ത് നീങ്ങുന്നില്ല എന്നുള്ളതാണ്. 3 മണിക്കൂർ 17 മിനിറ്റാണ് ഈ സിനിമ. ഈ 3 മണിക്കൂർ 17 മിനിറ്റിൽ നമ്മളെ പ്രോപ്പറായിട്ട് അങ്ങനെ എൻഗേജ് ആയിട്ട് അങ്ങനെ കൊണ്ടുപോകുന്നില്ല. ഇപ്പോൾ വേ ഓഫ് വാട്ടറിലാണെങ്കിൽ പോലും നമ്മൾ എൻഗേജ് ആയിട്ട് നിർത്തുന്നത്, അതായത് ആദ്യത്തെ ഒരു 40 മിനിറ്റ് കഴിയുമ്പോൾ പിന്നെ ഈ വെള്ളത്തിൻ്റെ ലോകത്തിലേക്കാണ് വരുന്നത്. അപ്പോൾ ഈ വെള്ളം ഈ സംഭവങ്ങളൊക്കെ വരുമ്പോൾ അത് കാണുമ്പോൾ കിട്ടുന്ന ഒരു ഭയങ്കര ഒരു ഇമേഴ്സീവ് എക്സ്പീരിയൻസ് ഉണ്ട്. ആ എക്സ്പീരിയൻസിൽ നമ്മൾ വേ ഓഫ് വാട്ടറിൽ നമ്മൾ അതിൽ മതിമറന്ന് പടം അത്ര സുഖമില്ലെങ്കിലും അതിൻ്റെ ആ രീതിയിൽ നമ്മൾ എൻഗേജായി പോയിരുന്നു. പക്ഷേ ഇവിടെ നമ്മൾ ഓൾറെഡി കണ്ട വേ ഓഫ് വാട്ടറിൽ കണ്ട വെള്ളത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. പുതുമയുള്ള ഈ ഫയർ ആൻഡ് ആഷ് എന്നുള്ള പേരിൽ എന്തെങ്കിലും പുതുതായിട്ട് ഒരു സ്ഥലം അല്ലെങ്കിൽ പുതുതായിട്ട് കുറച്ച് ജീവികൾ ആ രീതിയിലൊക്കെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു നമുക്ക് പിന്നെ എൻഗേജ് ആയി പോയാനേ. പക്ഷേ ഇത് പാക്കാൻ നമ്മൾ കണ്ട സെയിം സാധനങ്ങളൊക്കെ തന്നെ. ഫയർ ആൻഡ് ആഷ് എന്ന പേര് മാത്രമേ ഉള്ളൂ, ഇത് വെള്ളത്തിൽ തന്നെയാണ് ഫുൾ. അവസാനത്തെ യുദ്ധം വരുന്നത് വരെ വെള്ളത്തിലാണ്. പക്ഷേ ഈ വെള്ളം ഒഴുകുന്നുണ്ടല്ലോ, വെള്ളം ഒഴുകുന്നത് ഐ ബെറ്റ് നിങ്ങൾ ഒരിക്കലും ഒരു സിനിമയിലും ഇത്ര ഭംഗിയിൽ വെള്ളം ഒഴുകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. അതാണ് ഈ സിനിമയുടെ ആ ഒരു വിഷ്വൽ കൊണ്ടുള്ള മാജിക് എന്ന് പറയുന്നത്. വെള്ളം ഒഴുകുന്നതാവട്ടെ, രാത്രി കടലിൽ പോകുന്ന ഒരു സീക്വൻസ് ഉണ്ട്, അപ്പോൾ റഫായിട്ടുള്ളൊരു കടൽ കാണിക്കുന്നതൊക്കെ ഉണ്ട്. അതൊക്കെ എന്ത് രസമോ കാണാമെന്ന് പറയും. ഐമാക്സിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് ഈ പടം. അത് വിഷ്വൽസിനാണെന്നുണ്ടെങ്കിലും സൗണ്ടിനാണെന്നുണ്ടെങ്കിലും. ഇപ്പോൾ ഒരു പാക്കൻ്റെ കൗൺസിൽ പോലെ വേറൊരു ഭയങ്കര മുതിർന്ന 100 കൊല്ലം എന്തോ ജീവിച്ചിരിക്കുന്ന ഒരു പാക്കൻ അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അവർ വരുമ്പോൾ വരുന്നൊരു ബേസ്, ഇതിൻ്റെ സൗണ്ട് ഡിസൈൻ എന്നൊക്കെ പറയുന്നത് എക്സ്ട്രാ ഓർഡിനറിയാണ്. ഈ വെള്ളത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് ഈ സൗണ്ട് ഡിസൈനിങ് പഠിക്കണം എന്നുള്ളവരുടെ ഒരു ടെക്സ്റ്റ് ബുക്ക് എന്ത് വേണമെങ്കിലും പറയാം. അങ്ങനത്തെ ഒരു പടമാണ് സൗണ്ട് ഡിസൈനിങ്, സൗണ്ട് മിക്സിങ് വന്നിരിക്കുന്നത്. അങ്ങനെ ടെക്നിക്കലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവതാർ എന്ന് പറയുന്നത് വേറെ ലെവൽ ഐറ്റമാണ്, നമ്മുടെയൊക്കെ ടോപ്പിൽ നിൽക്കുന്ന ഒരു ഐറ്റമാണ് ടെക്നിക്കലി. പക്ഷേ ഈ ടെക്നിക്കലി ഇങ്ങനെയുള്ളൊരു പടത്തിൽ ഒരു നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു കഥ, ഇപ്പോൾ ജെയിംസ് ക്യാമറോൺ ഇത്രയും വലിയൊരു പടം എടുക്കുന്നു. അപ്പോൾ ഇങ്ങനെ സാധാരണ നമ്മളിപ്പോൾ ഹോളിവുഡിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഭയങ്കര എക്സ്പെൻസീവായിട്ട് ഇതുപോലെയൊക്കെ എടുക്കുന്ന പടങ്ങൾക്ക് ഒരു ചെറിയൊരു സ്റ്റോറി ലൈനൊക്കെ ഇരിക്കും. കാരണം അവർ ബാക്കി ഇപ്പോൾ ട്രോൺ ഒരു കിഡിലും തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആയിരുന്നു. പടം എന്ന് നോക്കുമ്പോൾ കഥ എന്നൊക്കെ പറഞ്ഞ് നോക്കുമ്പോൾ എന്താണ്. പക്ഷേ അതിനകത്ത് വരുന്ന വിഷ്വൽസ്, ആ ഒരു നിയോൺ ലൈറ്റ്സ് കാര്യങ്ങൾ, അപ്പം അങ്ങനെ ഒരു വിഷ്വൽസിന് പ്രാധാന്യം നൽകുന്ന ഇതുപോലുള്ള പടങ്ങൾക്ക് ഒരു പ്രോപ്പർ സ്റ്റോറി ലൈൻ ഒരു സാധാരണ വേഫർ തിൻ സ്റ്റോറി ലൈനൊക്കെയാണ് പൊതുവേ കൊടുക്കാറ്. പക്ഷേ അവതാർ എന്ന് പറയുന്നത് കുറച്ചും കൂടി ഭയങ്കര, അവതാറിൻ്റെ വേൾഡ് തന്നെ വേറെ ആയിരുന്നു. പാൻഡോറ ആദ്യം കണ്ടവർ, നാവീസിൻ്റെ ലൈഫ്, അപ്പോൾ പിന്നെ അതുകൂടാതെ അതൊരു എൻവയോൺമെൻറ്റിന് വേണ്ടി പറയുന്നത്, അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ ഇത് സെക്കൻഡ് പാർട്ടിലേക്കും അല്ലെങ്കിൽ തേർഡ് പാർട്ടിലോട്ടൊക്കെ വരുമ്പോൾ കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടുള്ള ഒരു കോൺഫ്ലിക്റ്റ്, അല്ലെങ്കിൽ ഇവർ ടെക്കിന് വേണ്ടി ഇവർ ഒരുപാട് സമയം ചിലവഴിക്കുന്നുണ്ട്, ഒരുപാട് കാശ് ചിലവഴിക്കുന്നുണ്ട്. അപ്പോൾ റൈറ്റിംഗ് സൈഡും കൂടി പ്രോപ്പറായിരുന്നു വെച്ചെങ്കിൽ ആളുകൾക്ക്
വീണ്ടും കാണാൻ തോന്നും. ഞാനതാ പറയുന്നത്. ഇത് 3 മണിക്കൂർ 17 മിനിറ്റുള്ള ഈ സിനിമ നമുക്കിങ്ങനെ പ്രോപ്പറായിട്ട് എൻഗേജ് ചെയ്തല്ല പോകുന്നത്. നല്ല രീതിയിൽ ബോറടിക്കും ചില സമയങ്ങളിൽ. അതൊരു ഹൈ മൊമെൻറ്റ്സ് കാര്യങ്ങളൊന്നുമില്ല. അതായത് ഇങ്ങനെ ഈ സംസാരം അതിൻ്റെ ഇടയിൽ ചെറിയ കോൺഫ്ലിക്റ്റ് പോലെ വരും. പിന്നെ ഇവർ തമ്മിലുള്ള കൺഫ്യൂഷൻ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതിൻ്റെ പടത്തിൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത് ഒരു ഹൈ മൊമെൻ്റ് ഒന്നും ഇല്ലാണ്ട് ഇങ്ങനെ ഫ്ലാറ്റായിട്ട് തന്നെയാണ് പോകുന്നത്. പിന്നീട് അവസാനം ഒരു വാർ സീക്വൻസ് വരും. വാർ സീക്വൻസിൽ പുള്ളിക്കാരൻ്റെ ആ ഒരു ക്രിയേറ്റീവ് തോട്ട് പ്രോസസ്സ് എന്നൊക്കെ പറയുന്നത് എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. നമ്മളിപ്പോൾ ഒരു വാവ് ഫാക്ടർ, അതായത് പുള്ളി ഇങ്ങനെയൊക്കെ ചിന്തിച്ചല്ലോ എന്ന് തോന്നുന്ന പല കാര്യങ്ങളുണ്ട്. അതിൻ്റെ കിഡിലം വിഷ്വൽസാണ് വരുന്നത്. അതിനകത്തൊന്നും ഒരു ഇതുമില്ല. വിഷ്വലി ഈ പടം സ്റ്റണ്ണിങ് ആണ്. സ്റ്റണ്ണിങ് എന്ന് പറഞ്ഞാൽ കിഡിലാണ്. 100 മാർക്കും വിഷ്വൽസിന്, സൗണ്ടിന്, ഇതെല്ലാത്തിനും കൊടുക്കാം. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പടം ഐമാക്സിലാണ് ഇപ്പോൾ കണ്ടത്. ഐമാക്സ് കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ ഇനി ആ PXL കാണുന്നുണ്ട്. അതുകൊണ്ട് നോർമൽ സ്കോപ്പ് സ്ക്രീനിൽ കാണുന്നുണ്ട്. കാരണം ഇത് ക്രോപ്ഡ് വെർഷനാണല്ലോ നമ്മുടെ എല്ലാ തിയേറ്ററിലും വരുന്നത്. അപ്പോൾ ഈ ക്രോപ്പ് ചെയ്ത വെർഷൻ എങ്ങനെയായിരിക്കും എന്ന് അറിയാൻ വേണ്ടിയുള്ളൊരു ആകാംക്ഷ. അത് ആക്ച്വലി PXL പോയാലും നമുക്കത് കാണാൻ പറ്റും. പിന്നെ PXL കാണാം, നോർമൽ ഒരു സ്ക്രീനിലും കാണാം, പിന്നെ 4DX കാണാം എന്നുള്ള രീതിയിലാണ്. അപ്പോൾ എങ്ങനെ വന്നാലും ഞാൻ ഇവിടെ ഒരു 4 പ്രാവശ്യം 5 പ്രാവശ്യമൊക്കെ കാണും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വിഷ്വൽസ് അതിനുവേണ്ടി കാണാൻ മുതലാണ്. പക്ഷേ ഓൺ ദ ഹോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ അപ്പോഴാണ് ഡിസപ്പോയിൻ്റ് ആവുന്നത്. ഇനിയൊരു കാര്യം പറയാം, നിങ്ങളിപ്പോൾ രാഗമോ അല്ലെങ്കിൽ ഏരീസോ അല്ലെങ്കിൽ രേവതിയോ അല്ലെങ്കിൽ വനിതയിലോ ഇതെല്ലാത്തിലും ഈ സിനിമ കണ്ടു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പിന്നെ ഒരു ഐമാക്സ് എക്സ്പീരിയൻസിന് വേണ്ടി നിങ്ങളിപ്പോൾ കൊച്ചി ഐമാക്സിൽ വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ പടം കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിതൊരു കിഡിലൻ എക്സ്പീരിയൻസ് ആയിരിക്കും. ഐ ബെറ്റ് ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആയിരിക്കും. കാരണം നിങ്ങൾ ആ ഒരു നോർമൽ സ്കോപ്പ് സ്ക്രീനിൽ കണ്ടിരിക്കുന്ന സിനിമ ആയിരിക്കില്ല നിങ്ങൾ ഐമാക്സിൽ കാണാൻ പോകുന്നത്. മുകളിലും താഴെയുമായിട്ട് നിങ്ങൾ എക്സ്ട്രാ 25-30% എക്സ്ട്രാ ഫുട്ടേജ് കിട്ടുന്നുണ്ട്. അതൊരു വേറെ ലെവൽ എക്സ്പീരിയൻസ് ആയിരിക്കും. പിന്നെ ഇതിൻ്റെ 3D ഗോസ്റ്റിങ്ങോ തുടങ്ങിയ കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു നല്ല 3D എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. പക്ഷേ നിങ്ങൾ കൊച്ചി ഐമാക്സിൽ അവതാർ ദ വേ ഓഫ് വാട്ടർ റിലീസായപ്പോൾ, ഈ വർഷം റിലീസായപ്പോൾ കണ്ട ആളാണ് എന്നുണ്ടെങ്കിൽ അന്നേരം വന്നിരിക്കുന്ന DCP 48 FPS തന്നെയായിരുന്നു. പക്ഷേ ആ DCP ഇതൊരു കിഡിലൻ DCP ആണ്. അതുപോലത്തെ ഒരു DCP ഇതിനു മുമ്പ് വന്നിട്ടില്ല. 48 FPS വന്നിരിക്കുന്ന ഒരു കിഡിലൻ DCP ആയിരുന്നു. ആ സമയത്ത് ദ വേ ഓഫ് വാട്ടർ കണ്ടവർക്ക് അതൊരു ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. അതെനിക്ക് 100% ഉറപ്പാണ്. ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ആ ഒരു വേ ഓഫ് വാട്ടർ കണ്ട അതുപോലത്തെ ഒരു DCP, അതുപോലത്തെ ഒരു കിഡിലൻ എക്സ്പീരിയൻസ് കിട്ടുമെന്ന് വിചാരിച്ച് നിങ്ങൾ അവതാർ ദ ഫയർ ആൻഡ് ആഷ് എന്ന് പറയുന്ന ഈ സിനിമ കാണാൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഡിസപ്പോയിൻറ്റഡ് ആവും. കാരണം ആ DCPയുടെ അത്ര ഡെപ്ത്ത് ഇപ്പോൾ വന്നിരിക്കുന്ന DCPക്കില്ല. പിന്നെ 3Dയുടെ കാര്യം പറയുന്നുണ്ടെങ്കിൽ ആ കണ്ട 3Dയുടെ എഫക്റ്റ് അല്ല ഇതിനകത്തുള്ളത്. പക്ഷേ നോർമൽ ഒരാൾക്ക് ഇത് കാണാൻ വരികയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആയിരിക്കും. പിന്നെ ഞങ്ങൾക്ക് ഭാഗ്യം ഉണ്ടായിരുന്നില്ല. ഞങ്ങളിന്ന് ഐമാക്സിലെ ഫസ്റ്റ് ഷോ ആണ് കാണാൻ പോയത്. ഫസ്റ്റ് ഷോ കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഒഡീസിയുടെ ഒരു ടീസർ മാത്രമേ കാണാൻ പറ്റുള്ളൂ. സാധാരണ ഒഡീസി, അതുകൂടാതെ ഡൂംസ്ഡേയുടെ 3 ടീസർ, പിന്നെ രാജമൗലിയുടെ വാരാണസിയുടെ ടീസർ, ഇതെല്ലാം ബാക്ക് ടു ബാക്ക് ആയിട്ട് പ്ലേ ആവേണ്ടതായിരുന്നു. പക്ഷേ ആയില്ല. അവർക്ക് ഓൾറെഡി DCP വന്നിട്ടുണ്ട്. പക്ഷേ KDM മിസ്മാച്ച് ആണെന്നൊക്കെയാണ് പറയുന്നത്. ടെക്നിക്കൽ ആയിട്ടുള്ള ഇഷ്യൂസും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഭാഗ്യമില്ല. പക്ഷേ കമ്മിങ് ഡേയ്സിൽ ഈ ഐമാക്സിൽ പടം കാണാൻ പോകുന്നവർക്ക് ഈ ഡൂംസ്ഡേയുടെ 3 ടീസർ, വാരാണസി എന്നൊക്കെ പറയുന്നത് ഫിലിംഡ് ഫോർ ഐമാക്സ്, അതൊരു ഫ്ലാറ്റ്, അത് വേറെ ഗംഭീര എക്സ്പീരിയൻസ് ആയിരിക്കും. അതുപോലെ ഡൂംസ്ഡേ എല്ലാം ഫുൾ സ്ക്രീനാണ്. ഡൂംസ്ഡേ ചിലപ്പോൾ ഉറപ്പ് പറയാൻ പറ്റില്ല. പക്ഷേ വാരാണസിയുടെയൊക്കെ ഫ്ലാറ്റ് കോണ്ടൻ്റ് ആണ്. അതിനൊക്കെ ഒരു കിഡിലൻ എക്സ്പീരിയൻസ് ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട് വീണ്ടും ഐമാക്സിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ. രണ്ടാമത് ഐമാക്സിൽ പോകാമെന്ന് പറയുമ്പോൾ ഓൾറെഡി 1000-1200 രൂപയൊക്കെയാണ് കൊച്ചി ഐമാക്സിൽ ടിക്കറ്റ് റേറ്റിൻ്റെ കാര്യത്തിൽ കൊച്ചിയും ട്രിവാൻഡ്രം ഒക്കെ ഒരേപോലെയാണ്. മനുഷ്യനെ കൊന്ന് കാശ് മേടിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് രണ്ടാമത് ഐമാക്സിൽ പോകാൻ ഞാൻ ഏതായാലും പ്ലാൻ ചെയ്യുന്നില്ല. ബാക്കിയുള്ള ഫോർമാറ്റുകളൊക്കെയാണ് ഞാൻ കാണാൻ ശ്രമിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഥാപരമായിട്ട് കാര്യമായിട്ട് ഒന്നും ഇല്ലെങ്കിൽ പോലും ഇതൊരു വിഷ്വൽ ട്രീറ്റാണ്. ഒരു സംശയം വേണ്ട. ഒരു ഗംഭീരമായിട്ടുള്ള ഒരു വിഷ്വൽ എക്സ്പീരിയൻസ് ആണ് അവതാർ, എല്ലാ സിനിമകളും പോലെ. പക്ഷേ ജെയിംസ് ക്യാമറോൻ്റെ അവതാർ റാങ്ക് ചെയ്യാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ഫസ്റ്റ് പാർട്ടാണ്. അത് കഴിഞ്ഞാൽ സെക്കൻഡ് പാർട്ടാണ്. അത് കഴിഞ്ഞേ തേർഡ് പാർട്ടുള്ളൂ. ആ രീതിയിലാണ്. അതായത് താഴേക്ക് അങ്ങനെ ഒരു ഫീലാണ് എനിക്ക് തോന്നിയത്. മൂവി എന്നുള്ള രീതിയിൽ വിഷ്വൽസ് ഓക്കെ, വിഷ്വൽസിന് വേണ്ടി ഇപ്പോൾ എത്ര വേണമെങ്കിലും കാണാം, അത്രയേ ഉള്ളൂ. പക്ഷേ ഓൺ ദ ഹോൾ എന്ന രീതിയിൽ നോക്കുമ്പോൾ ഞാൻ സ്ലൈറ്റ്ലി ഡിസപ്പോയിൻറ്റഡ് ആണ്.